എഹ്ലോം യൂണിറ്റും ബങ്കർ ബസ്റ്ററുകളും തയ്യാർ. ഇറാന്റെ പിക്കാക്സ് മൗണ്ടൻ ഇടിച്ചു നിരത്തെന്ന് ഉത്തരവിട്ട് ബെഞ്ചമിൻ നെതന്യാഹു. പൊളിക്കേണ്ടത് ഫൊർദോയോ നഥാൻസോ ഇസ്ഫഹാനോ അല്ല, പാതാളക്കുഴിയിൽ IRGC ഒളിപ്പിച്ച പിക്കാക്സ് മൗണ്ടൻ ആണ്. ഈ കുന്നിനു മുകളിൽ ഇരച്ചു കയറുകയാണ് CIA മൊസാദ് സംഘം. പിക്കാക്സിന്റെ കൂടുതൽ രഹസ്യങ്ങൾ ചൂഴ്ന്നെടുക്കുകയാണ് മൊസാദ്. ഉപഗ്രഹ ചിത്രങ്ങളിൽ കണ്ടത് ഭയാനക കാഴ്ചയെന്ന് പെന്റഗൺ. അത്ര എളുപ്പം ഈ മൗണ്ടൻ നശിപ്പിക്കാൻ കഴിയില്ല. ബങ്കർ ബസ്റ്റർ ബോംബുകൾ മാത്രം പോരാ മൗണ്ടൻ തകർക്കാൻ. ഇറാന്റെ പാതാള ടണലുകളെക്കുറിച്ച് കൃത്യമായ അറിവുള്ള സംഘവും വേണം. ടണൽ എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു, എത്ര ആഴത്തിലാണ്, IRGC സംഘം ഇതിനുള്ളിൽ നിരീക്ഷണമുണ്ടോ, ബോംബാക്രമണം നടത്തിയാൽ അതിന്റെ വ്യാപ്തി എവിടെ വരെ ഉണ്ടാകും തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. ഇതോടെ എഹ്ലോം യൂണിറ്റിനെ ഇറക്കാമെന്ന് ഇസ്രയേൽ. തുരങ്കങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ അഗ്രഗണ്യരാണ് ഇസ്രയേലിന്റെ എഹ്ലോം യൂണിറ്റ്. എന്നാൽ IRGCയുടെ കണ്ണുവെട്ടിച്ച് എഹ്ലോമിന് അകത്ത് കടക്കാൻ കഴിയുമോ? ടണലുകൾക്കുള്ളിൽ ശത്രുവിനെ നേരിടാൻ അപകടങ്ങൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ടാകും IRGC. ഈ പ്രതിബന്ധങ്ങൾ മറികടന്ന് മൗണ്ടനുള്ളിൽ ആക്രമണം നടത്തണം. വലിയ ടാസ്കാണ് ഇസ്രയേൽ അമേരിക്ക സംഘത്തിന് മുന്നിലുള്ളത്. രാത്രിക്ക് രാത്രി കയറി അടിക്കണമെന്ന് ആഹ്വാനം മുഴക്കി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേലിനെ സംബന്ധിച്ച് ഇറാന്റെ പിക്കാക്സ് മൗണ്ടൻ ജൂതന്റെ തല തകർക്കുന്ന കേന്ദ്രമാണ്. പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ അമേരിക്കൻ സഖ്യസേനയുടെയും ഇസ്രയേൽ പ്രതിരോധ സേനയുടെയും ഉറക്കം കെടുത്തുന്ന ഇടമാണ് നതാൻസ് ആണവ നിലയത്തിന് തൊട്ടടുത്തുള്ള പിക്കാക്സ് മൗണ്ടൻ. വാഷിംഗ്ടണെയും ടെൽ-അവീവിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ആ സംരക്ഷിത ഭൂപ്രദേശത്തെ ഓരോ ചലനങ്ങളിലുമാണ് ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങളുടെ ശ്രദ്ധ പതിയുന്നത്. US ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസികളുടെ വിലയിരുത്തൽ പ്രകാരം ഇറാന്റെ ആയിരക്കണക്കിന് അത്യാധുനിക ന്യൂക്ലിയർ സെൻട്രിഫ്യൂജുകൾ ഈ കരിങ്കൽ മലനിരകൾക്കുള്ളിലെ ഭൂഗർഭ താവളത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞത്രേ. വ്യോമാക്രമണങ്ങളിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷണം ഉറപ്പാക്കാൻ കിലോമീറ്ററുകൾ ആഴത്തിലാണ് ഈ കോട്ടകൾ പണിതുയർത്തിയിരിക്കുന്നത്. അമേരിക്ക ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ മേഖലയിൽ പ്രത്യാക്രമണങ്ങൾ വ്യാപിപ്പിക്കും എന്ന് ഇറാന്റെ ഖത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് മുന്നറിയിപ്പ് നൽകി. പിക്കാക്സിന്റെ ചില രഹസ്യ വിവരങ്ങൾ മൊസാദ് ചോർത്തിയെടുത്തിരുന്നു. പിന്നാലെയാണ് ഇവിടം ആക്രമിക്കുമെന്ന് അമേരിക്ക വെല്ലുവിളിച്ചത്. അമേരിക്ക ആക്രമണം നടത്തിയില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് അവിടം തകർക്കാനാണ് ഇസ്രയേൽ പദ്ധതി. കാരണം ഈ കേന്ദ്രം ജൂതരാഷ്ട്രത്തിന് വെല്ലുവിളിയാണ്. ഇനിയും യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാതെ ഇസ്രയേൽ ഇറങ്ങണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നു. ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷക്കാർ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ട്രംപിന്റെ വാക്കും കേട്ട് മാറി നിൽക്കുന്നത് സ്വന്തം രാജ്യം കുരുതി കൊടുക്കുന്നതിന് തുല്യമാണെന്ന് ഇറ്റാമിർ ബെൻഗിൻ തുറന്നടിച്ചു. ഇറാന്റെ ആണവ പദ്ധതികളും പരീക്ഷണവും ഇസ്രയേലിന് അപകടം തന്നെ. എത്രയും വേഗം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നു. എന്നാൽ ഇസ്രയേൽ മാത്രം വിചാരിച്ചാൽ ഈ മൗണ്ടൻ തകർക്കാൻ കഴിയില്ല. അതിന് അമേരിക്കയുടെ സഹായം ആവശ്യമാണ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കേ ഇവിടം തകർക്കാൻ കഴിയൂ. ആഴത്തിൽ ഇറാൻ കെട്ടിപ്പൊക്കിയിട്ടുള്ള ആണവ ആയുധ കോട്ടകൾ പൊളിക്കാൻ ബങ്കർ ബസ്റ്ററുകൾ തന്നെ വേണം. ഈ മാരക ബോംബുകൾ അമേരിക്കയുടെ പക്കൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അമേരിക്ക പിക്കാക്സിൽ ആക്രമണം തുടങ്ങുന്നതുവരെ കാത്തിരിക്കുകയേ ഇസ്രയേലിന് നിവൃത്തിയുള്ളൂ. പിന്നെയുള്ള തരംഗം തകർക്കുന്ന എഹ്ലോം യൂണിറ്റാണ്. അവർക്കും കടുപ്പമാണ് പിക്കാക്സ് മൗണ്ടൻ. ഗാസയിൽ ഹമാസ് തുരങ്കങ്ങൾ തകർത്തെറിഞ്ഞ് കരുത്തുകാട്ടിയ എഹ്ലോമിന് അത്ര എളുപ്പമല്ല പിക്കാക്സ്. ഗാസയിലെ ഭൂപ്രകൃതിയല്ല ഇറാന്റേത്, കൂടുതൽ സങ്കീർണമാണ്. കൂടാതെ IRGCയുടെ കണ്ണുവെട്ടിച്ച് അകത്തു കയറുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ മൗണ്ടൻ തകർക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യുദ്ധത്തിനിടയിലും തകരാത്ത ഭൂഗർഭ നഗരം. US-ഉം ഇസ്രയേലും ചേർന്ന് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ബോംബെറിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ തന്ത്രപ്രധാന നീക്കം ഇറാൻ നടത്തിയത്. നതാൻസിന് സമീപമുള്ള ഈ കൂറ്റൻ പർവ്വതനിര തകർക്കാൻ വ്യോമാക്രമണങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല. ഇറാനെ സാമ്പത്തികമായും സൈനികമായും തളർത്തുക എന്ന ലക്ഷ്യത്തോടെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുമ്പോഴും പിക്കാക്സ് മൗണ്ടന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ 15 മാസമായി ഈ മേഖലയിൽ വലിയ തോതിലുള്ള നിർമ്മാണമാണ് പ്രവർത്തനങ്ങളും കൂറ്റൻ ട്രക്കുകളുടെ സമ്പർക്കവും സാറ്റലൈറ്റുകൾ നിരീക്ഷിക്കുന്നുണ്ട്. തുരങ്കങ്ങളുടെ കവാടങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് കൂടുതൽ ബലപ്പെടുത്തുകയും ഭൂമിയുടെ അടിയിലേക്ക് കൂടുതൽ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ജൂലൈ മാസത്തിലെ സാറ്റലൈറ്റ് ചിത്രങ്ങളിലും വ്യക്തമാണെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2020 നതാൻസ് സ്ഫോടനം. 2020 ജൂലൈയിൽ നതാൻസിലെ ഉപരിതല ആണവ നിലയത്തിൽ ഒരു ദുരൂഹമായ സ്ഫോടനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വ്യോമാക്രമണങ്ങൾക്കും ചാരപ്രവർത്തനങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത വിധം ഇത്തരം കരിങ്കൽ മലനിരകളുടെ അടിയിലേക്ക് താവളം മാറ്റാൻ ഇറാൻ തീരുമാനിച്ചത്. IAEA ഇൻസ്പെക്ടർമാർക്ക് നോ എൻട്രി.
ഈ പർവ്വതത്തിനുള്ളിൽ അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂജുകൾ അസംബിൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നാണ് ഇറാൻ ഔദ്യോഗികമായി അവകാശപ്പെടുന്നത്. അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർക്ക് നതാൻസ് പരിസരത്ത് പ്രവേശനമുണ്ടായിരുന്നു എങ്കിലും പുതിയ ഭൂഗർഭ നിർമ്മാണങ്ങളിലേക്ക് ഇറാൻ നിരീക്ഷണ ക്യാമറകളും പ്രവേശനവും അനുവദിച്ചിരുന്നില്ലത്രേ. ഭീഷണി മുഴക്കി ട്രംപ്, പക്ഷേ അത്ര എളുപ്പമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ പർവ്വതനിര തകർക്കുമെന്ന് നേരിട്ട് ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിലും അതത്ര എളുപ്പമല്ലെന്ന് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. നൂറുകണക്കിന് മീറ്റർ നീളമുള്ള സാന്ദ്രതയേറിയ കരിങ്കൽ പാറകൾക്ക് താഴെയുള്ള തുരങ്കങ്ങൾ തകർക്കാൻ നിലവിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് കഴിയുമോ എന്നത് സംശയമാണ്. മൊസാദിന്റെ ചാരന്മാരും US-ന്റെ ബഹിരാകാശ സാറ്റലൈറ്റുകളും 24 മണിക്കൂറും ഈ പർവ്വതനിരയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ അടുത്ത യുദ്ധതരംഗം ഈ പർവ്വതനിര കേന്ദ്രീകരിച്ചായിരിക്കും പൊട്ടിപ്പുറപ്പെടുക എന്ന സൂചനയാണ് നിലവിലെ സംഭവവികാസങ്ങൾ നൽകുന്നത്. ഇറാൻ ഈ കേന്ദ്രം സമാധാനപരമായ ആണവ പദ്ധതിയുടെ ഭാഗമാണെന്നാണ് ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്. എന്നാൽ അമേരിക്കയും ഇസ്രയേലും ഇത് ഭാവിയിൽ ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുമെന്ന ആശങ്ക ഉന്നയിക്കുന്നു. അതിനാൽ തന്നെ പിക്കാക്സ് മൗണ്ടനിലെ ഓരോ നീക്കവും ഇപ്പോൾ ഇന്റലിജൻസ് ഏജൻസികളുടെയും നയതന്ത്ര വൃത്തങ്ങളുടെയും സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. ഇങ്ങനെ മുട്ടുകുത്തിച്ചേ അടങ്ങൂ എന്ന പിടിവാശിയിലാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ തലയെടുത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറുവെന്ന് ഇസ്രയേലും ഘടിപ്പിക്കുന്നു. കോടിക്കണക്കിന് രൂപയാണ് ഇറാൻ യുദ്ധത്തിന് അമേരിക്ക ചെലവാക്കുന്നത്. ഇതുവരെ $37.5 ബില്യൺ, അതായത് ഏകദേശം 3.1 ലക്ഷം കോടി രൂപ ചെലവായതായി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞു. മെയ് മാസത്തിന്റെ മധ്യത്തിൽ ഏകദേശം $29 ബില്യൺ ചെലവായി എന്നായിരുന്നു കണക്കുകൾ. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം $37.5 ബില്യൺ ആണ് ചെലവ്. പ്രതിരോധ വകുപ്പിന് $67 ബില്യൺ അധിക ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സെനറ്റ് അപ്രോപ്രിയേഷൻസ് കമ്മിറ്റി യോഗത്തിൽ ഹെഗ്സ് പറഞ്ഞു. സെപ്റ്റംബർ അവസാനം വരെയുള്ള ഇറാൻ യുദ്ധത്തിനുള്ള പ്രതിരോധ വകുപ്പിന്റെ ചെലവുകൾക്കായി ഈ ധനസഹായവും അടിയന്തരവും അനിവാര്യമാണെന്നാണ് ഹെഗ്സത്തും ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും കോൺഗ്രസിനെ അറിയിച്ചത്. ഡെമോക്രാറ്റിക് സെനറ്റർ ജീൻ ഷഹീൻ ഇതിനെ എതിർത്തു. പെന്റഗണിന്റെ പക്കൽ $75 ബില്യൺ ചെലവഴിക്കാത്ത ഫണ്ട് ഉണ്ടെന്നും അത് ഉപയോഗിക്കാതെ അമേരിക്കൻ ജനത പിന്തുണയ്ക്കാത്ത ഒരു യുദ്ധത്തിന് അവരുടെ മേൽ ചെലവ് എന്തിന് അടിച്ചേൽപ്പിക്കണമെന്നും സെനറ്റർ ചോദിച്ചു. എന്നാൽ ചെലവഴിക്കാത്ത പണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറ്റു മുൻഗണനകളായ ഗോൾഡൻ ഡോം ഫോർ അമേരിക്ക, ഹൈപ്പർസോണിക്സ്, മറ്റ് ആയുധങ്ങൾ എന്നിവയ്ക്കായി നീക്കിവച്ചിരുന്നു എന്ന് ഹെഗ്സത്ത് മറുപടി നൽകി. മധ്യേഷ്യയിലെ US സൈനിക താവളങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ചെലവ് സംബന്ധിച്ചൊന്നും ഹെഗ്സത്തിന്റെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായില്ല. മധ്യേഷ്യയിലെ യുദ്ധം ജയിക്കാൻ ട്രംപ് ഭരണകൂടത്തിന്റെ തന്ത്രങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കണമെന്നും സെനറ്റർമാർ ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും കൃത്യമായ ഉത്തരം US പ്രതിരോധ സെക്രട്ടറി നൽകിയില്ല. കാര്യങ്ങളിൽ സുതാര്യത വേണമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ ജോൺ കെന്നഡിയും ആവശ്യപ്പെട്ടു. അമേരിക്കൻ രഹസ്യം ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് പിന്മാറിയാൽ എന്ത് സംഭവിക്കുമെന്നതിന് കൃത്യമായ മറുപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ നികുതിയോ ഫീസോ ഈടാക്കുമോ എന്ന കാര്യത്തിൽ ഹെഗ്സത്തോ ജനറൽ കെയ്നോ കൃത്യമായി മറുപടി നൽകിയില്ല. ഇറാൻ സംഘർഷത്തിലെ വർദ്ധിച്ചുവരുന്ന ചെലവുകളും 17 സൈനികരുടെ മരണവും ചൂണ്ടിക്കാട്ടി ഡെമോക്രാറ്റിക് പ്രതിനിധികൾ രൂക്ഷ വിമർശനം നടത്തി. ഇതൊരു അവസാനമില്ലാത്ത യുദ്ധമായി മാറുന്നതായി അവർ ആശങ്ക പ്രകടിപ്പിച്ചു. ഇതിനിടെ ഇറാൻ ചർച്ചകളെ ഗൗരവമായി കാണുന്നില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. അമേരിക്ക എപ്പോഴും നയതന്ത്ര ചർച്ചകൾക്ക് പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങൾ തുറന്ന മനസ്സുള്ളവരാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും എപ്പോഴും തയ്യാറാണ്. ഇറാനുമായി ഞങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം അവർ ചർച്ചകളെ ഗൗരവമായി കാണുന്നില്ല എന്നതാണ്, റൂബിയോ പറയുന്നു. അവർ ഗൗരവമുള്ളവരാണെങ്കിൽ ഞങ്ങളും അങ്ങനെയായിരിക്കും. അവർ തയ്യാറായില്ലെങ്കിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ സഖ്യകക്ഷികളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായത് ചെയ്യും, റൂബിയോ വ്യക്തമാക്കി. ഹോർമുസിലെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇറാനെ അനുവദിക്കുന്നത് അപകടകരമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ഹോർമുസിലെ ഇറാന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഇറാനുമേൽ തുടർച്ചയായ 11ാം ദിവസവും വ്യോമാക്രമണം പൂർത്തിയാക്കിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനിലെ സൈനിക ഓപ്പറേഷൻ കേന്ദ്രങ്ങൾ, നാവിക സംവിധാനങ്ങൾ, വിമാന ഹാങ്കറുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് US സേന ലക്ഷ്യമിട്ടത്. തലസ്ഥാനമായ ടെഹ്റാനിൽ കനത്ത സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. തെക്കൻ ഇറാനിലെ ബുഷൈർ, സിരിക് എന്നിവിടങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഖുസൈസ്ഥാൻ പ്രവിശ്യയിലെ ബെബഹാൻ, ഉമിദിയ നഗരങ്ങൾക്ക് സമീപവും US മിസൈൽ ആക്രമണം ഉണ്ടായതായി ഡെപ്യൂട്ടി ഗവർണർ അറിയിച്ചു.
വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് നഗരപ്രാന്തത്തിലുണ്ടായ സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണമുണ്ടായി. പ്രാദേശിക സമയം പുലർച്ചെ 2:40 നഗരത്തിന് സമീപമുള്ള സൈനിക മേഖലയിൽ സ്ഫോടനമുണ്ടായത്. അതേസമയം നഗരത്തിനുള്ളിൽ ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സമീപകാല ആക്രമണങ്ങൾ കൂടുതലും തെക്കൻ ഇറാനിലും ഹോർമുസ് കടലിടുക്ക മേഖലയിലുമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ തെഹ്റാനിലും ത്രബീസിലുമുള്ള ആക്രമണങ്ങൾ ഈ രീതിയിൽ നിന്നുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം വഴി തടഞ്ഞതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഈ മാസം US ആക്രമണങ്ങൾ പുനരാരംഭിച്ചതു മുതൽ കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ പ്രത്യാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ശത്രുത അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ മധ്യസ്ഥർ വഴി ശക്തമാക്കി. ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മുമൈനി ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. മേഖലയിലെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കുന്നതിനായി നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനി, സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി എന്നിവരുമായി ഫോണിൽ ചർച്ച നടത്തി. ജൂൺ 17 US ഇറാൻ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കാനും നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാ കക്ഷികളും തയ്യാറാവണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ഓർമ്മിപ്പിച്ചു. സുപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി USഉം ഇറാനും തമ്മിലുള്ള മത്സരം തുടരുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിച്ച 30-ലധികം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി സെൻകോം വ്യക്തമാക്കി. എന്നിരുന്നാലും കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമായി തുടരുന്നുണ്ടെന്നും മെയ് മാസം മുതൽ ഏകദേശം 900 വാണിജ്യ കപ്പലുകളുടെയും 450 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലിന്റെയും സുരക്ഷിത സഞ്ചാരത്തിന് US സേന സഹായം നൽകിയിട്ടുണ്ടെന്നും സെൻകോം അവകാശപ്പെട്ടു. മലയാളി വാർത്ത ഇൻസൈഡ്.